ഞാൻ ജീവിതത്തിൽ സ്നേഹിച്ച ഒരാള് എന്നെ ചതിച്ചു, പക്ഷെ തെളിവോടുകൂടി കിട്ടും വേണ്ടല്ലോ. ഭർത്താവിൽ നിന്ന് സഹിക്കാനാകാത്ത സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞ കുഞ്ഞാറ്റ ജീവിക്കുവാനായി വീണ്ടും തീരുമാനിച്ചത് ഒരേ സമയം അവളിലുള്ള ശക്തിയുടെയും അവളുടെ കുഞ്ഞിനോടുള്ള സ്നേഹത്തിനെയുമാണ് നമ്മുടെ മുമ്പിൽ തുറന്നു കാട്ടിയത്. മരിക്കാതെ ജീവിക്കാൻ തീരുമാനിച്ച കുഞ്ഞാറ്റ സ്വന്തം ജീവൻ മാത്രമല്ല അനവധി സ്ത്രീകൾക്ക് കരുത്തും പ്രതീക്ഷയും പകരുന്നു. സ്ത്രീകളുടെ മനസ്സിൽ ഞാൻ വഴങ്ങി ജീവിക്കേണ്ട എന്ന ഉറച്ച തീരുമാനമായി മാറുന്ന അവളുടെ ജീവിതം ഒറ്റപ്പെട്ടവർക്കുള്ള പ്രചോദനത്തിൻ്റെ വിളക്കാണ്. കുഞ്ഞാറ്റ എന്ന ജിസ്ബി നമ്മോട് പഠിപ്പിക്കുന്നത് ജീവിതം തകർന്നാലും നമ്മെ വേദനിപ്പിക്കുന്ന ബന്ധങ്ങൾ വിട്ടുപോകാനും പുതിയൊരു ജീവിതം സ്വന്തമാക്കാനും നമുക്ക് കഴിയും എന്നതാണ്. കുഞ്ഞാറ്റ തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ ആദ്യമായി പുറത്തുവിട്ട ഈ കാര്യം അമലുമായുള്ള ജീവിതത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു, തങ്ങൾ വേർപിരിഞ്ഞു എന്നുള്ളത്. എന്താണ് ഇതിൻ്റെ വ്യക്തമായ കാരണമെന്ന് ആ വേളയിൽ കുഞ്ഞാറ്റ ആരോടും പറഞ്ഞില്ല. അതിനുശേഷം ചായൻ എന്ന അമൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോഴും തെറ്റ് ആരുടെ പുറത്താണ് എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലായില്ല. എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ തങ്ങൾ വിവാഹമോചിതരായത് എന്നുള്ള കാര്യത്തിൽ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ തക്ക വിധം തന്നെ കുഞ്ഞാറ്റ കാര്യങ്ങൾ അവതരിപ്പിച്ചു. എന്താണ് സംഭവിച്ചത് എന്ന് പറയാതെ തന്നെ കുഞ്ഞാറ്റ പറഞ്ഞ പോലെയായി. അതിനുശേഷം പൊട്ടിത്തെറിച്ച രീതിയിൽ അമൽ വന്നിരുന്നു അയാളുടെ യൂട്യൂബ് ചാനലിൽ. തെറ്റ് താൻ മാത്രമല്ല കുഞ്ഞാറ്റയ്ക്കും സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ ആ വീഡിയോ പിന്നീട് മുക്കിക്കളയുകയാണ് അമൽ ചെയ്തത്. ഇരുവരുടെയും ജീവിതത്തിൽ സംഭവിച്ചതെന്ത് തെളിവ് സഹിതം തന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ജിസ്ബി കണ്ടെത്തി. അതുമൂലം തന്നെയാണ് ഇവർ വേർപിരിഞ്ഞത്. എന്നാൽ ഒട്ടനേകം ആളുകൾ പറയുന്നു കാശായപ്പോൾ അവൾ അമലിനെ ഒഴിവാക്കി എന്നുള്ളത്. അങ്ങനെയൊന്നും ആർക്കും ഇത്തരം തീരുമാനത്തിലേക്ക് എത്താനാകില്ല എന്നും വിവാഹമോചിതരാക്കുവാനുള്ള കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നും. ഞാൻ അറിഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, കുറേയൊക്കെ എനിക്കറിയാം ഏതുവരെ സത്യമാണ് ഏതുവരെ നുണയാണെന്നുള്ളത്, കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ആദ്യം നമ്മൾ ഒരു കാര്യത്തോടെ അടുക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ തെളിവോട് കൂടി കിട്ടും വേണ്ടല്ലോ. അത് വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്നേഹിച്ച ഒരാള് എന്നെ ചതിച്ചു. വാടക വീടുകളിലെ ഓണേഴ്സിനോട് ചോദിച്ചാൽ ചിലപ്പോൾ എന്തായിരുന്നു എൻ്റെ ജീവിതം എന്ന് അറിയാൻ പറ്റും. വേറെ ആരും അറിയണ്ട. എൻ്റെ ജീവിതം അവർക്ക് ചിലപ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റി നാട്ടിൽ നിന്നവർക്ക് മനസ്സിലാവും എൻ്റെ ജീവിതം എന്തായിരുന്നു. എല്ലാവർക്കും അറിയത്തില്ല, പക്ഷെ ഇതൊക്കെ കാണുന്നവർക്ക് അറിയാം. അതായത് അതാ ഞാൻ പറഞ്ഞേ, എന്നെ പറ്റി നിന്ന ആളുകൾക്ക്, അതായത് ഞാൻ വാടകവീട്ടിലാണ് ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത്, അവിടുത്തെ ഓണേഴ്സിന് അറിയാൻ പറ്റും. അതായത് കാണുന്നതാണല്ലോ ഇതൊക്കെ, എന്തൊക്കെയാ അവിടെ സംഭവിക്കുന്നതെന്ന് എല്ലാവരും കാണുന്നതാണല്ലോ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഇൻ കേസ് ഞാൻ മരിച്ചിരുന്നു അല്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ആണ് ചെയ്തിരുന്നെങ്കിൽ ഇതെല്ലാം പുറത്തു വന്നേനെ. ഞാൻ ഇവിടെ ഇരുന്ന് പറയേണ്ട ആവശ്യമൊന്നും വരത്തില്ലല്ലോ. ഇല്ല, എല്ലാം പുറത്തു വരും, തെളിവ് സഹിതം വരും, ഉറപ്പാണേ വരും. പക്ഷേ ഇപ്പൊ എന്താണ്, ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടായിട്ട് തീരുമാനം എടുത്തപ്പോൾ ഞാൻ അഹങ്കാരിയായി, എനിക്ക് പൈസയായി, അല്ലേ, എനിക്ക് പൈസയായി. കുറെ കാരണങ്ങളൊക്കെ ഇതിനെന്താണ് റീസൺ എന്നുള്ളത് കുറെ പേരിങ്ങനെ നാട്ടിലൊക്കെ പറഞ്ഞ്, അതായത് ഭരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. ഞാൻ ഷോർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇടുവാണ്, അതുകൊണ്ട് അവനത് ചോദ്യം ചെയ്തു, അല്ലെങ്കിൽ ഞാൻ പൈസ ആൾക്കാർക്ക് കൊടുക്കുവാണ്, അത് അവൻ ചോദ്യം ചെയ്തു എന്നുള്ള രീതിക്കൊക്കെ